ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാവണ്ടേ എന്റെ ഭാര്യ? അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധികയല്ലേ എന്റെ ഭാര്യ? രാധിക, താൻ പേടിക്കണ്ട. തന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇന്ന് ഞാൻ തന്റെ മനസ്സ് വ്യക്തമായിട്ട് അറിഞ്ഞ ദിവസമാണ്. ഇനി നമ്മൾ പോകുന്നത് തന്റെ അമ്മയുടെയും അമ്മമ്മയുടെ അടുത്തേക്കാണ്. ഈ നടന്നതിലൊക്കെ അവരും കൂടി പങ്കാളികളാണല്ലോ. എല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞ് അവരുടെ സമ്മതത്തോടും അറിവോടും കൂടി എനിക്ക് തന്നെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകണം. അവിടെയുള്ളവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതെ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ജീവിതമുണ്ട്. അത് നമ്മൾ കൈയെത്തി പിടിച്ചില്ലെങ്കിൽ എന്നും നമ്മൾ ഇങ്ങനെ കരയേണ്ടി വരും. അത് അവസാനിപ്പിക്കണമെന്നാ ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ മോശ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പോവാ. അത് നടത്തി തരണമെന്ന് തന്റെ ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചത്തുപോകാൻ പറ്റോ? എനിക്കിഷ്ടം. വാ. എന്താ മോനെ? അമ്മ അകത്തേക്ക് വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. മുത്തശ്ശി, മുത്തശ്ശി, എന്താ? ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാ മുത്തശ്ശിയും അമ്മയും. അതിൽ സംശയമൊന്നുമില്ലല്ലോ. മോൻ കാര്യം എന്താന്ന് വെച്ചാ പറ.
ഒരു പുരുഷന്റെ ഭാര്യ ആരാണ്? പറയും മുത്തശ്ശി, നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യയാവുന്ന എങ്ങനെയാ? അമ്മേ, അമ്മ ദേവനാരായണ തിരുമേനിയുടെ ഭാര്യയായത് ഏത് നിമിഷത്തിലാ? അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷത്തിലല്ലേ? അങ്ങനെയല്ലേ അമ്മേ? അതെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ ആരാ? താലി കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാവണ്ടേ എന്റെ ഭാര്യ? അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധികയല്ലേ എന്റെ ഭാര്യ? എന്താമേ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ആ രഹസ്യ കച്ചവടം ഒരിക്കലും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? ഇവളുടെ കഴുത്തിലല്ല ഞാൻ താലി കെട്ടിയതെങ്കിൽ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ അമ്മ ആണയിട്. പറ്റുമോ അമ്മയ്ക്ക്? മഹാഭാരതത്തിലെ ശകുനിയെ പോലെ അന്നത്തെ എല്ലാ ആസൂത്രണങ്ങൾക്ക് പിന്നിൽ മുത്തശ്ശിയായിരുന്നു. മുഖം മറച്ച് എന്നെ കൊണ്ട് രാധികയെ താലി കെട്ടിച്ചത് മുത്തശ്ശി. അത് കഴിഞ്ഞ് ഒന്നും അറിയാത്തവരെ പോലെ പ്രിയങ്കയെ എന്റെ കൂടെ കണിമംഗലത്തേക്ക് അയച്ചതും മുത്തശ്ശി. ശരിയല്ലേ? ശരിയാ. ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അത് എതിർത്തിട്ട് കാര്യമില്ലല്ലോ. ആ, വിവാഹ മണ്ഡപത്തിൽ പ്രിയങ്ക ഇല്ലാതെ പോയത് ഞങ്ങളുടെ ഗതികേട്. അപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാഹം നടത്താൻ വേണ്ടി ഇവളെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിപ്പോയി ഞങ്ങള്. അതിന്റെ പേരിൽ നിന്റെ ഭാര്യയായിരിക്കാൻ ഇവൾക്ക് എന്താ അവകാശം? ഇത്രയും കാലം നിന്നോടൊപ്പം ജീവിച്ചത് പ്രിയങ്കയല്ലേ? നീ അവളെ എങ്ങനെ ഉപേക്ഷിക്കുമെന്നാ? വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നില് പ്രിയങ്കയാണ് നിന്റെ ഭാര്യ. മോനെ, സംഭവിച്ചതിനൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈ പ്രശ്നം മോൻ ഊതിപ്പെരുപ്പിച്ച ഈ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു കൂട്ട ആത്മഹത്യയായിരിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അമ്മയ്ക്കറിയൂ? അതേ സ്ഥാനത്ത് ഞാൻ താലി കെട്ടിയ രാധികയായിരിക്കും. അതാണോ അമ്മയ്ക്ക് കാണേണ്ടത്?